നിങ്ങളുടെ പാൻ കാർഡിൽ കാണുന്ന ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു സുരേഷം ചാനൽ. ഇന്ന് പുതിയൊരു അറിവ് നേടാം. നമ്മുടെ എല്ലാം പാൻ കാർഡിലുള്ള നമ്പർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് ഇതൊക്കെ? ഇംഗ്ലീഷ് അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഈ പാൻ കാർഡ് നമ്പറിൽ ചില കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനെയല്ലേ പാൻ കാർഡിലെ നമ്പർ ഉണ്ടാവുക? ഇതെന്താണ്? ഈ പാൻ കാർഡ് നമ്പറിലെ ആദ്യത്തെ 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ സീരിയൽ നമ്പറുകളാണ്. എ മുതൽ ഇസഡ് വരെ എത്തുന്ന സീരിയൽ നമ്പർ. അതായത് എ ബി സി അങ്ങനെ ഇസഡ് വരെ അത് നീണ്ടുപോകും. പിന്നെ അത് റിപ്പീറ്റ് ആകും. ഇങ്ങനെയുള്ള ഒരു സീരിയൽ നമ്പറാണ് ആദ്യത്തെ 3 അക്ഷരങ്ങൾ. അതിനുശേഷം വരുന്ന 4ാമത്തെ അക്ഷരം എന്താ? നിങ്ങളുടെ കാർഡിൽ എന്താണ് കാണുന്നത്? എൻ്റെ കാർഡിൽ പി എന്നുള്ളതാണ്. ഭൂരിഭാഗം പേർക്കും പി എന്നായിരിക്കും അവിടെ കാണുക. ഇത് വ്യക്തിഗതമായ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാൻ കാർഡാണ് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി കമ്പനിയുടെ പാൻ കാർഡ് ആണെങ്കിൽ അവിടെ സി എന്നാണ് കാണുക. അസോസിയേഷൻ സംബന്ധമായിട്ടുള്ള പാൻ കാർഡ് ആണെങ്കിൽ എ എന്നാണ് കാണുക. സ്ഥാപനങ്ങൾക്ക് എഫ് എന്നുള്ളതാണ് കാണുക. എച്ച് എന്നാണ് കാണുന്നുണ്ടെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയും. ഇൻകം ടാക്സിൽ ചില ഇളവുകളൊക്കെ ഉള്ള ഒരു പ്രത്യേക വിഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അവരുടേതിൽ എച്ച് എന്നാണ് കാണുക. പിന്നെ ടി എന്നാണ് കാണുന്നുണ്ടെങ്കിൽ ട്രസ്റ്റിൻ്റെയൊക്കെ പാൻ കാർഡിലാണ് ടി എന്നുള്ളത് കാണുക. ഗവൺമെൻറ് അതോറിറ്റിയുടെ പാൻ കാർഡിനൊക്കെ ജി എന്നാണ് കാണുക. എൽ എന്നാണെങ്കിൽ ലോക്കൽ അതോറിറ്റി എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ 4 അക്ഷരങ്ങളുടെ മനസ്സിലായില്ലേ? 3 അക്ഷരങ്ങൾ സീരിയലും 4ാമത്തെ അക്ഷരം എന്താണ് ആ കാർഡ് എന്നുള്ളതുമാണ്. ഇനി 5ാമത്തെ അക്ഷരം, അതാണ് നമ്മളുടെ പേരുമായിട്ട് ബന്ധമുള്ളത്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് 5ാമത്തെ ലെറ്ററായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ പേര് സുരേഷ് ബാബു കെ എന്നുള്ളതാണ്. പാൻ കാർഡിൽ അത് കെ സുരേഷ് ബാബു എന്നുള്ളതാണ്. കാരണം നമ്മളുടെ സർനെയിം എന്നുള്ളത് പാൻ കാർഡിൽ ആദ്യം വരും. ഞാനൊക്കെ പാൻ കാർഡ് 10-20 വർഷം മുന്നേ എടുത്തിട്ടുള്ളതാണ്. ആ സമയത്ത് അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കെ എന്നുള്ളതാണ്. നിങ്ങളുടെ എന്താണെന്നുള്ളത് നോക്കൂ. നിങ്ങളുടെ പേര് അല്ലെങ്കിൽ സർനെയിമിൻ്റെ തുടക്കമായിരിക്കും. അടുത്തത് എന്താ? 4 അക്കങ്ങളാണ്. ഇതും തുടക്കത്തിലെ 3 ഇംഗ്ലീഷ് അക്ഷരങ്ങളെ പോലെയുള്ള സീരിയൽ നമ്പറുകളാണ്. അതായത് 0001 മുതൽ 9999 വരെയുള്ള നമ്പറുകൾ. 0001, 0002, 0003 അങ്ങനെ 9999 വരെ എത്തും. പിന്നെ അത് റിപ്പീറ്റ് ചെയ്യും. ഇനി അവസാനത്തെ അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമായിരിക്കുമല്ലോ, അതിനെ ആൽഫാബറ്റിക് ചെക്ക് ഡിജിറ്റ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ പാൻ കാർഡ് നമ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ളതിൻ്റെ വിശദ വിവരങ്ങൾ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.